ഹലോ ഡിയർ, അപ്പോൾ നമ്മുടെ 6th ചാപ്റ്റർ സിമിലർ ട്രയാങ്കിൾസ് അല്ലേ. ഈക്വൽ ട്രയാങ്കിൾസ് നമുക്കറിയാം അല്ലേ. ഈക്വൽ ട്രയാങ്കിൾസ് എങ്ങനെയായിരിക്കും? നമ്മുടെ ഈക്വൽ സൈഡ്സ് വരുന്നതാണ് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. അതായത് 3 സൈഡും ഈക്വലായിട്ട് വരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് സിമിലർ ട്രയാങ്കിൾ. എന്താണ് സിമിലർ ട്രയാങ്കിൾ? സദൃശ്യ ത്രികോണങ്ങൾ എന്ന് പറയും. പക്ഷേ ഇവിടെ 2 ത്രികോണങ്ങൾ കണ്ടോ? ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും അല്ലേ. ഓക്കെ, ഇവ സിമിലർ ട്രയാങ്കിൾ ആണെന്നാണ് പറയുന്നത്. അതായത് നോക്കാം, നമുക്ക് ഇവിടെ നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഡിഫറെൻറ്റ് സൈഡ്സ് ആണ്. പക്ഷേ എന്താണ്, സെയിം ആംഗിൾസ് വരുന്നതാണ് നമ്മുടെ സിമിലർ ട്രയാങ്കിൾസ്. അപ്പോൾ ഈ ഒരു ആംഗിളിന് സെയിം ആയിട്ട് നെക്സ്റ്റ് അപ്പുറത്തെ സൈഡിൽ ഒരു ആംഗിൾ ഉണ്ടാവും. ഓക്കെ, അതുപോലെ വേറൊരു ആംഗിളിന് സെയിം ആയിട്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. ഇതിങ്ങനെ സെയിം ആംഗിൾസ് വരുന്നതാണ് നമ്മുടെ സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആംഗിൾസ് ആർ ഈക്വൽ. ആംഗിൾ ഈക്വൽ ആകുമ്പോൾ അത് സിമിലർ ട്രയാങ്കിൾസ് ആയി. ഇവിടെ ആംഗിൾ എയും ആംഗിൾ പിയും ആണ് സെയിം ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അതൊരു 40 ഡിഗ്രി ആണെങ്കിൽ നോക്കിക്കേ, 40 ഡിഗ്രി അല്ലേ. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി. അതുപോലെ ഇവിടെ 2 ലൈന് കാണിച്ചിട്ടുണ്ട്. അതായത് ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണെന്നാണ്. അതുപോലെ ആൻഡ് ആംഗിൾ സി ആൻഡ് ആംഗിൾ ആർ. ഓക്കെ, ക്ലിയർ ആണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഇൻ ട്രയാങ്കിൾ വിത്ത് ദ സെയിം ആംഗിൾസ് sides opposite equal angles are scaled by the same factor. അതായത് ഒരേ കോണുകളുള്ള ത്രികോണങ്ങളിൽ ഒരേ ആംഗിൾസ് വരുന്ന ട്രയാങ്കിൾസിൽ ഈ തുല്യമായിട്ടുള്ള ഈ ഈക്വൽ ആയിട്ടുള്ള ഈ ഒരു കോണുകൾക്ക് തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളുടെ നീളം മാറുന്നത് ഒരേ തോതിലാണെന്നാണ് പറഞ്ഞത്. അതായത് ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ആ ഓപ്പോസിറ്റ് സൈഡ് സെയിം ഫാക്ടർ സെയിം റേഷ്യോയിലാണുള്ളതെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അതായത് ഇത്രയേ ഉള്ളൂ. ഇവിടെ 2 ഈക്വൽ സിമിലർ ട്രയാങ്കിൾസ് ഉണ്ട്. ആംഗിൾസ് സെയിം ആണ്. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് അടുത്തതിൽ ആംഗിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. ഈ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി സി അല്ലേ. ഇതാണ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ബി സി. അപ്പോൾ എക്ക് സമമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ളത് ഇവിടെ പി എന്ന ആംഗിളാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ക്യു ആർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബി സിയും ക്യു ആറും സെയിം റേഷ്യോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ബി സി അതുപോലെ ക്യു ആർ ഓക്കെ, ഒരേ തോതിലാണ് സെയിം റേഷ്യോയിലാണ് അത് പോകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കിക്കേ. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ വൈ സെഡ് ഇങ്ങനെ 3 ആംഗിൾസ് ഉണ്ട്. ഈ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എക്ക് ഓപ്പോസിറ്റ് ബി സി, അതുപോലെ പിക്ക് ഓപ്പോസിറ്റ് ക്യു ആർ. അപ്പോൾ ബി സി ബൈ ക്യു ആർ ഈക്വൽ ടു, അതേപോലെ വൈൻ്റെ ഓപ്പോസിറ്റ്സ് ആണ് ഇത് വരുന്നത്. നോക്കിക്കേ, വൈൻ്റെ ഓപ്പോസിറ്റ് എ സിയും അതുപോലെ പി ആറും. അപ്പോൾ എ സി ബൈ പി ആർ ആൻഡ് അതുപോലെ സിക്ക് ഓപ്പോസിറ്റ് എ ബിയും ആറിന് ഓപ്പോസിറ്റ് പി ക്യു, എ ബി ബൈ പി ക്യു. ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എല്ലാം ഈക്വലാണ് എന്നാണ്, ആ ഒരു തോത് ഈക്വലാണെന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ സംഭവമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു റൂൾ എന്ന് പറയുന്നത്, അതായത് ഇത്രയേ ഉള്ളൂ. സിമിലർ ട്രയാങ്കിൾ ആവണമെങ്കിൽ 3 കണ്ടീഷൻസ് ആണുള്ളത്. അതായത് ഒരു ട്രയാങ്കിളിലെ എ എന്ന് പറയുന്നത് ആംഗിൾ, അതായത് 3 ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നെക്സ്റ്റ് സിമിലർ ട്രയാങ്കിളിൽ 3 ആംഗിൾസ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ. ഓക്കെ, ആ സംഭവം തന്നെയാണ്. അതിന് സിമിലറായിട്ട്
അതായത് ആംഗിൾ 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 പിന്നെ എസ് 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 അവിടെ സൈഡ് റേഷ്യോ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഒരേ തോതിലായിരിക്കും എന്നുള്ളത്. ഓപ്പോസിറ്റ് സൈഡ്സ് ഒരേ റേഷ്യോയിലായിരിക്കും. ഓക്കെ. പിന്നെ പറയുന്നത് എസ് എ എസ്, അതായത് രണ്ട് സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും. അതായത് ഒരു ആംഗിള് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ആംഗിൾ ഇടുന്നുണ്ട്. അതേപോലെ ഈ ഒരു രണ്ട് സൈഡുകൾ അത് ഈക്വൽ ആണെങ്കിൽ അതെന്താണ്, ഈ രണ്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത് സിമിലർ ട്രയാങ്കിളാണ്. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് പറയാം അത് സിമിലർ ട്രയാങ്കിൾസ് ആണ് എന്നുള്ളത്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇനി അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ.